കാഴ്ച, തന്മാത്ര, പളുങ്ക്, ഭ്രമരം, ആടുജീവിതം, കളിമണ്ണ്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആടുജീവിതം, വ്യത്യസ്ത ഫ്രെയിമുകൾ. അതിലേക്ക് വരുന്നതിന് മുമ്പ് എല്ലാം ക്ലാസ്സാണ്, എല്ലാം ജനപ്രിയവുമാണ്. പലപ്പോഴും നാം കാണുന്നത് ക്ലാസ് സിനിമ പലപ്പോഴും തിയേറ്ററിൽ വിജയിക്കാറില്ല, ധാരാളം ജനങ്ങൾ കാണാറില്ല. ഇതൊരു ക്ലാസ് മുറിയിൽ നിന്നോ ഒരു അഭിമുഖത്തിലോ പറഞ്ഞു തരാവുന്ന ഒരു ടെക്നിക്കൊന്നും അല്ലെങ്കിൽ പോലും എന്താണ് അതിൻ്റെ ഒരു രഹസ്യം, ഒരു മാജിക്? അത് ഈ പലപ്പോഴും സംഭവിക്കുന്നതിനെക്കുറിച്ച് നമുക്കും വലിയ ധാരണയില്ലാതാണല്ലോ. ഞാൻ പറയും, ഒരുപാട് ആലോചിച്ച് ചെയ്യുന്ന ഒരു ജോലിയല്ല. കാരണം ഇതൊരു ക്രിയേറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഇന്നും എനിക്ക് ഈ സിനിമകളൊക്കെ എഴുതാൻ സാധിച്ചു എന്ന് പറയുന്നത് ഞാനൊരു എഴുത്തുകാരനായുള്ളൊരു പിൻബലമുള്ള ഒരാളല്ല. പക്ഷേ ഞാൻ എഴുത്തിന് വേണ്ടിയുള്ളൊരു വലിയ ശ്രമമാണ്, എൻ്റെ ഒരു കാത്തിരിപ്പും ശ്രമമാണ്. ആ ശ്രമമാണ് എന്നെ അതിലേക്കൊക്കെ എത്തിക്കുന്നത് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഇത്തരമൊരു എൻ്റെ ഈ പറഞ്ഞ പോലെ ആടുജീവിതത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ക്ലാസിക് സ്വഭാവമുള്ളൊരു സിനിമ മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായി മാറുക. മലയാളത്തിൽ നിന്ന് മാത്രമല്ല, ഇതര ഭാഷകളിൽ ഇപ്പം നെറ്റ്ഫ്ലിക്സിൽ സിനിമ എത്തിയതോടുകൂടി ലോകമെമ്പാടുമുള്ള വിവിധ ഭാഷയിലുള്ള ആൾക്കാർ, ദേശക്കാർ ഒക്കെ ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് വലിയ പ്രചോദനം ഉണ്ടാക്കുന്നതാണ്. കാരണം സിനിമ എല്ലാവരിലേക്കും എത്തിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പ്രയാസമുള്ള കാര്യം തന്നെ. അപ്പം ഇതിന് എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു വലിയൊരു ഭാഗ്യമായിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ജീവിതത്തിനോടുള്ള ഒരു ബന്ധമുണ്ട്. എവിടെയും ഒരു മനുഷ്യൻ്റെ ഒരു നോവുണ്ട്, അല്ലെങ്കിൽ അവൻ്റെ ഓരോ സിനിമയ്ക്കും വളരെ ആഴത്തിൽ ബന്ധങ്ങളെക്കുറിച്ച്, അതല്ലെങ്കിൽ അതിൻ്റെ സന്തോഷമാണേലും ദുഃഖമാണേലും പങ്കുചേരലാണേലും പ്രണയമാണേലും ഒക്കെ. അപ്പം ഇത് സർവ്വലൗകികമായ കാര്യമാണ്. ഹ്യൂമൻ ബോഡിയിലെ ലോകത്തുള്ള മനുഷ്യരുടെ എല്ലാം ഫിസിയോളജി ഒന്നാണെന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ ഒരു കൾച്ചറൽ വ്യത്യാസം ഉണ്ടെന്നുള്ളതല്ലാതെ മാനസികമായിട്ടുള്ള നമ്മുടെ പിരിമുറുക്കങ്ങളും ചിന്തകളും ഒക്കെ ഏകദേശം ഒന്ന് തന്നെയാണ്. അപ്പം അത് കൂടുതലായിട്ട് പറയാൻ ശ്രമിക്കുന്നത് കൊണ്ടാവാം എന്ന് ഞാൻ കരുതുകയാണ്. അല്ല, എനിക്ക് അതിൻ്റെ ഒരു മാജിക്കിനെ കുറിച്ച് അറിയില്ല. ഭാഗ്യം, കാരണം ചെയ്യുന്ന സിനിമകൾക്കൊക്കെ പ്രേക്ഷകരുണ്ടാവുക, സിനിമ തിയേറ്ററിലും ഒപ്പം തന്നെ മറ്റ് ഇത്തരത്തിലുള്ള പുരസ്കാരങ്ങളിലൊക്കെ അംഗീകാരം ഒരുമിച്ച് ലഭിക്കുന്നു എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ്.